ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സുലൂസ് ഓർക്കിഡ്സിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളുടെ ഫാമിലെ ഒരു ദിവസത്തെ കാഴ്ചകളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ സുലൂസ് ഓർക്കിഡ്സിലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 8:30 ആയിക്കാണ്. ഇപ്പോൾ നമ്മൾ വന്ന് ഫാമും ഷോപ്പും ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച വർക്കിൻ്റെ കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ ഇന്നത്തേക്കുണ്ട്. കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പിന്നെ ഇന്ന് കൊടുക്കാനുള്ള വളങ്ങൾ, അതുപോലെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഇന്നത്തെ ഒരു റൊട്ടീൻ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റിലാക്സിങ്ങും ആണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മോളെയൊക്കെ സ്കൂളിൽ ഇട്ടിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഓടി തിരക്ക് പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അപ്പം ഇവിടെ വന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കും, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്ന് കുറച്ച് വളങ്ങളൊക്കെ അടിക്കാനുണ്ട്. അതുപോലെ ഇൻസെക്ടിസൈഡ് കൊടുക്കേണ്ട ദിവസങ്ങൾക്ക് കറക്റ്റ് ഇൻസെക്ടിസൈഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പൂക്കൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണേ. പുറത്ത് നമ്മൾ പ്ലാന്റ്സിൻ്റെയൊക്കെ കണ്ടീഷൻസൊക്കെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. ഓൾമോസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊരു ചെക്കിങ്ങാണ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ എപ്പോഴും ഓരോന്നിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ടൈം എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9:30 മുമ്പായിട്ട് മാക്സിമം വെള്ളം ഒഴിച്ച് അതുപോലെ വളവും കൊടുത്ത് ഫിനിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വെള്ളം കൊടുക്കണോ വേണ്ടയോ എന്നറിയാൻ. അപ്പോൾ നമ്മൾ നല്ല ചൂടാണ് ഇപ്പോൾ, അതുകൊണ്ട് തന്നെ രാവിലെ മാക്സിമം വർക്ക് ഫിനിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വെയിലിന് മുമ്പായിട്ട് എല്ലാവരും അകത്തേക്ക് കയറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പ്ലാന്റ്സൊക്കെ പുതിയ പൂക്കൾ വന്ന് നിൽപ്പം കാണും, അതുപോലെ മുട്ടുകൾ വന്ന് നിൽപ്പം കാണും, പുതിയ തൈകൾ വന്നതുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ട് ഭയങ്കര സന്തോഷമാണ്. നമുക്കിങ്ങനെ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് നമുക്കിതൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കാറ്റ്ലിയയുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിലെല്ലാം ബഡ് നിൽപ്പുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ പലതും വിരിയാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം വിരിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാറ്റ്ലിയയുടെ പൂക്കൾ. അപ്പോൾ അത് എപ്പോഴും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ടുകളിങ്ങനെ എന്നും നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നന്ന് വിരിയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആരാണോ അന്ന് അവൈലബിൾ അവരെ ഒഴിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം ഒഴിക്കുന്നതും വളം ഒഴിക്കുന്നതും ഒക്കെ. പിന്നെ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും, എന്നും ഇതേ രീതിയിലായിരിക്കത്തില്ല. ചില ദിവസങ്ങളിൽ അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിന്ന് പ്ലാന്റ്സ് ചെക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പം പ്ലാന്റെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത ഏത് വളം കൊടുക്കണമെന്ന് നമുക്ക് അന്നേരം തന്നെ നിശ്ചയിക്കാൻ പറ്റും. ആ പ്ലാന്റ്സിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കൊടുക്കും, ആവശ്യമില്ലെങ്കിൽ കൊടുക്കാറില്ല അങ്ങനെ. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ഞാൻ ഇന്ന് നല്ലൊരു ജൈവവളം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പ്ലാന്റൊക്കെ കാണുമ്പോൾ ചെറിയ ഡ്രൈനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കൽ ഒന്ന് ഫിനിഷായി വരുമ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് സ്പ്രെയറിൽ നമ്മൾ വളം ഒഴിച്ചു തുടങ്ങും. അതുപോലെ അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ലീഫുകളൊക്കെ യെല്ലോയിഷ് ആയിട്ടൊക്കെ ഓൾഡ് ലീഫുകളൊക്കെ ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും കടിച്ചിട്ടൊക്കെ മുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് പോവും. ഇത് ടിലാൻഷ്യയുടെ പ്ലാന്റ്സ് ആണ്, എയർ പ്ലാന്റ്സ് ആണ്. അതിൽ പൂവായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കുറച്ച് പ്ലാന്റ്സിലൊക്കെ നല്ല ലൈറ്റ് കൊടുത്താൽ പെട്ടെന്ന് പൂവാവും, പക്ഷെ നന്നായിട്ട് നനയ്ക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ ഗ്രോവിങ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇനി പാക്കിങ്ങിനുള്ള കാര്യങ്ങൾ ഇനി തുടങ്ങണം. അതിന് മുമ്പായിട്ട് വേണം ഈ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ. നമുക്ക് വന്ന് പ്ലാന്റ്സിൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഇപ്പം കുറച്ച് യെല്ലോ ലീഫൊക്കെ ഉള്ളൂ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വളം ഒഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളമൊക്കെ മോട്ടറിൽ ഡയറക്റ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ജൈവവളമാണ്, നമ്മളുടെ ചാണകത്തിൻ്റെ തെളി രാവിലെ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. പ്ലാന്റ്സിന് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. ഈ ജൈവവളം കിട്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് കയറി വരും പ്ലാന്റ്സ്. അപ്പം രാവിലെ എല്ലാത്തിൻ്റെയും ഇലയിലും തണ്ടിലും വേരിലും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. പിന്നെ ഈ ചാണകത്തിൻ്റെ തെളി കൊടുക്കുമ്പോൾ നന്നായിട്ട് വളരാനും അതുപോലെ പെട്ടെന്ന് പൂക്കളുണ്ടാവാനും ഒക്കെ നല്ലതാണ്. ഇതിൽ തന്നെ നൈട്രജനും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ചാണകം. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ പച്ച ചാണകം നന്നായിട്ട് പുളിപ്പിച്ച് വെച്ചിട്ട് ഒരു 6 ഇരട്ടിയൊക്കെ വെള്ളം ചേർത്തിട്ടാണ് നമ്മളിതിൽ അടിക്കുന്നത്. അപ്പോൾ വീട്ടിൽ യൂസ്ഡാണെങ്കിൽ നമ്മൾ ചെറിയ പ്രഷർ പമ്പിൽ അടിച്ചാൽ മതി. കുറച്ച് പ്ലാന്റ്സ് അല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ പ്രഷർ പമ്പിൽ അതിന്നും ആദ്യമൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ നല്ല വേദനയാവും അടിച്ചിട്ട്, ഒത്തിരി പ്ലാന്റ്സ് അല്ലേ അടിക്കാനായിട്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1 മണിക്കൂറോളം എടുക്കും ഇതൊന്ന് അടിച്ച് തീർക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്യാവേ. എൻ്റെ കൂടെ ഒരു 4 പേരുണ്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ എൻ്റെ ബ്രദറും ഉണ്ട്. ഞാനും ബ്രദറും കൂടെയാണ് ഇത് നടത്തുന്നത്. പിന്നെ ഹസ്ബൻഡ് വേറെ ഷോപ്പുണ്ട്, എങ്കിലും നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഹസ്ബൻഡ് വരും. പിന്നെ ഇപ്പോൾ പാക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് പാഴ്സൽ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ധൃതിയായിരിക്കും ഇനി. പിന്നെ പാക്കിങ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലും നമ്പറോ മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, കിട്ടുന്ന ആളുടെയൊക്കെ ഡീറ്റെയിൽസ് മാറിപ്പോവും. അപ്പോൾ പുതിയ സ്റ്റാഫൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം അവർ നമ്മൾ ചെക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്ലാൻസൊക്കെ എടുത്ത് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മളുടെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അപ്പം അവരെ നമ്മൾ ഇടയ്ക്കൂടെ മാനേജ് ചെയ്യണം. അതോടൊപ്പം നമ്മളെ തകർന്നു പോയ ഷെഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കുറച്ച് പണിക്കാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വർക്ക് നടക്കുന്നത് കൊണ്ട് ഫുള്ള് ക്ലീൻ അല്ലാതെ കിടക്കുവാണ് ഇവിടെ എല്ലാം. അപ്പോൾ അവർ ഒരു ഷേപ്പിലുള്ള ഷെഡാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിലായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇത് കുറച്ച് വെജിറ്റബിൾസിന് ഇപ്പോൾ ബ്രദറിൻ്റെ ക്രേസ് വന്നിട്ട് കുറച്ച് തക്കാളിയൊക്കെ വളർത്താണ്. അതെല്ലാം മൊട്ടിട്ട് ഇപ്പം പുതിയ കൊച്ചു കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ പുറത്ത് കുറേ പ്ലാന്റ്സൊക്കെ ഇപ്പോൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗ്രീനറി ലുക്കാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് പ്ലാന്റ്സൊക്കെ ജസ്റ്റ് ഇതിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. ഇന്നലെയാണ് ഇതൊക്കെ നട്ടത്. അപ്പം എല്ലാവരും ഒന്ന് വാടി ഇരിക്കുകയാണ്. നല്ല ചൂടാണ്. ഇപ്പോൾ പ്ലാന്റ്സ് അത് നടാൻ നല്ല സമയമല്ല. പക്ഷേ ഞാനങ്ങനെ സമയം നോക്കാറില്ല. എനിക്കപ്പോൾ തോന്നും അപ്പോൾ ഒന്ന് നടും. പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേക്കും കയറി വരും. കുറച്ച് സ്ട്രെസ്സായിരിക്കും ചൂട് സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകിട്ട് ബാക്കിയുള്ള കുറച്ച് പാക്കിംഗ് കൂടെയൊക്കെ ഉണ്ടാവും. പിന്നെ കൂടുതലും പ്ലാന്റ്സിൻ്റെ കെയറിങ് ആയിരിക്കും ഇവിടെ കൂടുതൽ നടക്കുന്നത്. അപ്പം ഒത്തിരി പണികളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒന്നാമത്തെ കാര്യം ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്ത് ശീലമില്ല. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോയിലുണ്ടാവും. അപ്പം നിങ്ങൾ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടത്. ഇപ്പോൾ സമയം ഏതാണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും വെള്ളം ഒഴിക്കാനായിട്ടൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരിക്കും. ഒരു 9 മണി വരെയൊക്കെ നമ്മൾ ഓപ്പൺ ആയിരിക്കും. അത് കഴിയുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പോവും. പിന്നീടായിരിക്കും ബ്രദറൊക്കെ അടച്ചിട്ട് പോകുന്നത്. ഈവനിങ് വരെയുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്രയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ കഴിഞ്ഞ മാസം ഞാനൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ ഇതുവരെ കൊടുത്തില്ല. കുറച്ച് ലേറ്റായിപ്പോയി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫാമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷമത്തിലും അതുപോലെ അതിൻ്റെ കുറച്ച് തിരക്കിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ഉടനെ തന്നെ നമ്മളുടെ ആ ഒരു വിന്നറിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ പബ്ലിഷ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.